കഴിഞ്ഞ 2 ആഴ്ചകളിലായി വളരെ സവിശേഷമായ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യം സഹോദരങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയുണ്ടായി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും മാധുര്യമേറിയ സ്വപ്നം, ഏറ്റവും മനോഹരമായ സ്വപ്നം അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്ക് സഞ്ചരിക്കാൻ ധാരാളം മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും സിദ്ദീഖ് അഥവാ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന്റെ ആശയത്തിന്റെ പ്രതിഫലനം ജീവിതത്തിൽ ഉണ്ടാകുന്ന സത്യസന്ധരായി മാറുക എന്നതായിരുന്നു ഒന്നാമത്തെ ഖുതുബയുടെ സാരാംശം. സിദ്ദീഖീങ്ങളായി മാറാൻ ആരാധനകൾ നമ്മെ പാകപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഖുതുബയിൽ പറഞ്ഞു വച്ചത് ആരാധനകളുടെയും പ്രാർത്ഥനകളുടെയും നന്മകളുടെയും ഒക്കെ ആൾരൂപങ്ങളായി മാറുമ്പോൾ അതിന്റെ അനന്തര ഫലങ്ങൾ ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രയത്നം അഥവാ ജിഹാദ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവന്റെ മാർഗങ്ങളിലൊന്നാണ്. ഇങ്ങനെ ധാരാളം മാർഗങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ പങ്കുവെക്കുന്നുണ്ട്. ധാരാളം മാർഗങ്ങൾ പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതല്ല വിശ്വാസിയുടെ ജീവിതം. ആരാധനകൾ ഒരു വഴിയാണ്, പ്രാർത്ഥനകൾ മറ്റൊരു വഴിയാണ്, അമലുകളിലെ ഓരോന്നും ഓരോ വഴികളാണ്. പക്ഷെ ഏതെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാൻ കഴിയുകയില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. ആരാധനകളുടെ മാർഗത്തിൽ ഒരു മനുഷ്യൻ പ്രവേശിക്കുന്നു, അയാളുടെ ജീവിതത്തിൽ യാതൊരു കടുകിട വ്യത്യാസമില്ലാതെ സമയബന്ധിതമായി എല്ലാ ആരാധനാകർമ്മങ്ങളും നിർവഹിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ ആരാധനകൾ നിർവഹിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആ മനുഷ്യന് കഴിയില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കർമ്മം മാത്രം നിർവഹിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാൻ ആ മനുഷ്യന് സാധ്യമല്ല. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തെ 200 കോടിയിൽ പരം വരുന്ന മനുഷ്യർ ഇപ്പോൾ അവരുടെ ജീവിത പദ്ധതിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദർശനമാണ്. ആ ദർശനത്തിന്റെ സവിശേഷത എന്ത് എന്ന് ചോദിച്ചാൽ, സുന്ദരമായ ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ മനുഷ്യനോളം പഴക്കവും സർഗാത്മകതയോളം പുതുക്കവുമുണ്ട് ഇസ്ലാമില് എന്ന് പറയാം. മനുഷ്യനോളം പഴക്കം അഥവാ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യ മനുഷ്യനോളം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനോളം തന്നെ പഴക്കമുണ്ട് ഇസ്ലാമിന്. പക്ഷെ എത്ര പഴക്കമുണ്ട് എന്നതിനേക്കാൾ നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാട്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സൂര്യ വെളിച്ചത്തോളം, ഇപ്പോൾ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശ്വാസവായുവിനോളം പുതുക്കവുമുണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഈ ജീവിത പദ്ധതി. ആ ജീവിത പദ്ധതിയാകട്ടെ മറ്റ് അനേകം മതവിശ്വാസങ്ങളും മറ്റനേകം ജീവിത ദർശനങ്ങളും നിലവിലുള്ളിടത്ത് എല്ലാത്തിനേക്കാളും മികച്ചു നിൽക്കുന്ന ചില സവിശേഷതകൾ അതിനുണ്ട്. ആ സവിശേഷതകൾ നമ്മെ ഓരോരുത്തരെയും ബാധ്യതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ചുമതലപ്പെടുത്തുന്ന ചില ഉത്തരവാദിത്തങ്ങൾ. കഴിഞ്ഞ ഖുതുബയിൽ ജിഹാദിനെ കുറിച്ച് സൂചിപ്പിച്ചതുപോലെ
ഈ ഇസ്ലാമാകുന്ന ദീനുമായി ബന്ധപ്പെട്ട് ചില ബാധ്യതകൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിൽ 75-ാമത്തെ സൂക്തം പറഞ്ഞു വെക്കുന്നത് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. എല്ലാവർക്കും സുപരിചിതമാണ് സൂക്തം. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ മാർഗത്തിലേക്ക് വിളിക്കണം. ഒരു മാർഗത്തിലേക്ക് നിങ്ങൾ വിളിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മാർഗത്തിലുള്ളവരെ അല്ലല്ലോ ആ മാർഗത്തിലേക്ക് വിളിക്കേണ്ടത്, ആ മാർഗത്തിൽ അല്ലാത്തവരെയാണ് വിളിക്കേണ്ടത്. ആ വിളിയിൽ നിങ്ങൾ പാലിക്കേണ്ടത് ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. അതൊരു അവധാനതയുടെ, ഹിക്മത്തിന്റെ, യുക്തിഭദ്രമായ ഇടപെടലുകളുടെ പ്രാതിനിധ്യം അതിനുണ്ടാകണം. മാത്രമല്ല സതുപദേശം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനുമായി, ഇത് ഒരു സ്വകാര്യ നിങ്ങൾക്ക് മാത്രം രക്ഷ പ്രാപിക്കാൻ കഴിയുന്ന ഒരു മാർഗം അതല്ല അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത്. അതൊരു സ്വകാര്യതയിൽ ഒതുക്കി വെക്കാനുള്ളതല്ല. അള്ളാഹുവിന്റെ ദീൻ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ല യുക്തിയോടും സതുപദേശവും കൊണ്ട് ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്ന ഒരു കൽപ്പനക്രിയ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇസ്ലാമിനെ കുറിച്ച് പറയണം, ഇസ്ലാം ജീവിച്ച് കാണിക്കണം. ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും നന്മയും മൂല്യവും ലോകത്തിന്റെ മുമ്പിൽ ഏതെല്ലാം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ അതിനെ എല്ലാം വിഭാവനം ചെയ്യുന്നവരാണ് സത്യവിശ്വാസി എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോ ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്നത് ഹിജറ 5-ാം വർഷമാണ് എന്ന് കാണാം. ഇന്ത്യയിലേക്ക് ഇസ്ലാമിന്റെ ആഗമനം ഉണ്ടാകുന്നത് ഹിജറ 5-ാം വർഷം മുതൽ ഇസ്ലാമിന്റെ സന്ദേശം ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു. 2 സവിശേഷതകൾ കൊണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഇസ്ലാമിലേക്ക് ആളുകൾ അവരുടെ മനസ്സും ശരീരവും സമർപ്പിക്കാൻ സന്നദ്ധമായത്. പല കാരണങ്ങൾ എടുത്തു പറയാം, പക്ഷെ ഏറ്റവും മൂർത്തമായ 2 കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഇസ്ലാം കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ തികച്ചും വ്യത്യസ്തമായ ആരാധനാ സ്വഭാവമുള്ള, തികച്ചും വ്യത്യസ്തമായ ദൈവസങ്കല്പങ്ങളുള്ളവരാണ്. അവരുടെ മുമ്പിലേക്ക് ഇസ്ലാമിന് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഉണ്ടായിരുന്നത് അരൂപിയായ ഏകനായ അള്ളാഹുവിനെ കുറിച്ചായിരുന്നു, അഥവാ തൗഹീദിനെ കുറിച്ചാണ് പറയാനുണ്ടായത്. അത് ഇന്ത്യയിൽ അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും പുതുമയുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചിരുന്ന, കണ്ടുമുട്ടുന്ന ഓരോന്നിനെയും ദൈവസങ്കല്പമായി, ദൈവ മൂർത്തികളായി കൊണ്ടു നടക്കുന്ന, അതിനോടൊക്കെ പ്രാർത്ഥിക്കാൻ മടിയില്ലാത്ത, അതിനുവേണ്ടി ഒക്കെ ആരാധനകൾ സമർപ്പിക്കാൻ യാതൊരു സങ്കോചവുമില്ലാത്ത മനുഷ്യർ അവരുടെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറയുമ്പോ അവർക്കത് അനുഭവിക്കാൻ കഴിഞ്ഞത് പുതുമയുള്ള സുന്ദരമായ ഒരു അധ്യായമായിട്ടാണ്. ഇതതിന്റെ ഒന്നാമത്തെ ഒരു കാരണമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. രണ്ടാമത്തെ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലേക്ക് ഇസ്ലാമിന്റെ ആവിർഭാവത്തിന്റെ സമയം കടന്നു വരുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തിപ്പോന്ന സാഹോദര്യത്തിന്റെയും നന്മയുടെയും ജീവിതത്തിലെ അടയാളങ്ങൾ ദർശിച്ചുകൊണ്ടായിരുന്നു. ഇന്ത്യയിലെ സാമൂഹിക ഘടന ഒരുപാട് ജാതി, വർഗ, വർണ്ണ, ദേശ വ്യതിയാനങ്ങളിലൂടെ കടന്നുപോകുന്ന, വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ ചങ്ങലക്കെട്ടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സമൂഹം, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവുമുള്ള സമൂഹം. എന്നല്ല, ആളുകളെ പല തട്ടിലിങ്ങനെ അകറ്റി മാറ്റി നിർത്തിയിരുന്ന സമൂഹം. അവിടെയാണ് ഇസ്ലാമിന്റെ സാഹോദര്യത്തിന്റെ വെളിച്ചം ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്. ഏകോദര സഹോദരങ്ങളെ പോലെ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരുമിച്ചിരിക്കുന്ന, ഭക്ഷണം കഴിക്കാൻ ഒരേ പാത്രത്തിലേക്ക് ക്ഷണിക്കുന്ന, ആരുടെയും ഇടയിൽ
വർഗവർണ്ണ വൈവിധ്യങ്ങളില്ലാതെ മനുഷ്യനെ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സാഹോദര്യത്തിന്റെ വെളിച്ചമായിരുന്നു ഇസ്ലാം ആ സമൂഹത്തിന് കാണിച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞത്, ഈ രണ്ട് സംഗതികളും അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള ആളുകളുടെ ഒഴുക്കിന്, ആളുകളുടെ പ്രവേശനത്തിന്, നമ്മളൊക്കെ ഈ മാർഗത്തിൽ എത്തിപ്പെട്ടതിന് പിന്നിലെ ആദ്യ കാരണങ്ങൾ ഇത് തന്നെയാണ്. നമുക്ക് മുൻപുള്ള ഏതോ തലമുറയിലെ നമ്മുടെ കാരണവന്മാർ ഈ തൗഹീദിന്റെ സൗന്ദര്യം കണ്ടും ഈ സാഹോദര്യത്തിന്റെ മനോഹാരിത കണ്ടും ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. അവരുടെ പിന്മുറയാണ് നമ്മൾ ഓരോരുത്തർ. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ ഒരു വർത്തമാനമാണോ? നമ്മൾ നമസ്കരിക്കുന്നു, നമ്മൾ ഇബാദത്ത് എടുക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നു, അങ്ങനെ ഒതുങ്ങിക്കൂടാനുള്ള ഒരു സ്വകാര്യതയാണോ ഇസ്ലാം? ഒരു മനുഷ്യനിൽ വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്ന ഇസ്ലാമിനെ കുറിച്ചാണോ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത്? അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ സംവദിക്കണം. സംവാദത്തിന്റെ ഒരു മുഖമുണ്ട് ഇസ്ലാമിന്, സംവാദത്തിന്റെ ഒരു മുഖം. ആരെയും കീഴ്പ്പെടുത്താനുള്ള സംവാദമല്ല, അതാണ് അതിന്റെ മൂല്യം എന്ന് പറയുന്നത്. കീഴ്പ്പെടുത്താനോ നിർബന്ധപൂർവ്വം ഇസ്ലാമിലേക്ക് പിടിച്ചുകൊണ്ടുവരാനോ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിനു മുൻപുള്ള കാലഘട്ടത്തിൽ അതിന് കഴിയുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. അധികാരവും സമ്പത്തും എല്ലാം ഉള്ള കാലഘട്ടമുണ്ട്. പക്ഷെ നിങ്ങൾ അവരോട് ഏറ്റവും മാന്യമായി സംവദിക്കണം. ഇസ്ലാമിന്റെ സവിശേഷത തന്നെ എന്താ? നമ്മളൊരു കാര്യം പറയുന്നുവെങ്കിൽ ആ പറയുന്ന കാര്യത്തിന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലോജിക്ക്, ഒരു യുക്തിഭദ്രത അതിനുണ്ടായിരിക്കണം. നമ്മൾ ആ പറയുന്ന കാര്യത്തിന് പോസിറ്റീവായ ഒരു വശം ഉണ്ടായിരിക്കണം. നെഗറ്റീവായ, ജനങ്ങളുടെ മനസ്സിൽ ഒരു മോശപ്പെട്ട ഇമ്പാക്ട് ഉണ്ടാക്കുന്നതല്ല ഇസ്ലാം. നമ്മൾ ആ പറയുന്ന കാര്യത്തിന് ഒരു ധാർമ്മികത ഉണ്ടാകണം. ഈ 3 അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം അതിന്റെ സംവാദത്തിന്റെ മുഖം തുറന്നു തരുന്നത്. നിങ്ങൾ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ലോകമുണ്ടായ അന്നു മുതൽ ലോകാവസാനം വരെ നിലനിൽക്കുന്ന സംവാദത്തിന്റെ വിഷയം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്, സൃഷ്ടാവിനെ കുറിച്ചാണ്. അടിമകളും ഉടമയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. ആ സൃഷ്ടാവിന് നൽകേണ്ട ബാധ്യതകളെ കുറിച്ചും ആ സൃഷ്ടാവിനെ കുറിച്ചും ആ സൃഷ്ടാവ് അടിമകൾക്ക് വേണ്ടി സജ്ജീകരിച്ചു വെച്ചിട്ടുള്ള മരണാനന്തര ജീവിതത്തെ കുറിച്ചും ഇതിനൊക്കെ പഠിപ്പിക്കാൻ വന്ന അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ചുമാണ്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നൊക്കെ ഒറ്റ വാക്കുകളിൽ നമ്മൾ പറയും. അള്ളാഹുവിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയും അള്ളാഹുവിന്റെ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയാനുള്ളത്. ആ ബന്ധത്തിൽ സൃഷ്ടികൾ സൃഷ്ടാവിന് നൽകേണ്ട അവകാശത്തെ കുറിച്ചാണ് പറയാനുള്ളത്. ഈ അവകാശങ്ങൾ നൽകുന്ന സൃഷ്ടികൾക്ക് സൃഷ്ടാവ് നൽകാൻ കരുതി വെച്ചിട്ടുള്ള പാരത്രിക ജീവിതത്തിന്റെ വിജയത്തെ കുറിച്ചാണ് പറയാനുള്ളത്. ഈ പറഞ്ഞ ഓരോ തലക്കെട്ടുകളെയും നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കാൻ കാലാകാലങ്ങളിൽ കടന്നു വന്ന അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതിനപ്പുറം ഒരു സംവാദ വിഷയമുണ്ടോ? ഇതിനപ്പുറം ഒരു സംവാദത്തിന്റെ തലക്കെട്ടുണ്ടോ? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ സംവദിക്കുക. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ലല്ല അൻ സബീലി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നിന്റെ റബ്ബ് അവൻ അറിയാം ആരാണ് ഈ മാർഗത്തിൽ നിന്ന് വഴിമാറിപ്പോയത് എന്ന് അവൻ അറിയാം. ആരാണ് ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന മുഹ്തദീൻ, നേർമാർഗം സിദ്ധിച്ച ആളുകൾ ആരാണ് എന്നത് നിന്റെ റബ്ബിന് തിരിച്ചറിയാൻ കഴിയും. വീണ്ടും വിശുദ്ധ ഖുർആൻ ഞാൻ ഏറ്റവും ആദ്യം ഓതി വെച്ച സൂറത്ത് ഫുസ്സിലത്തിലെ 30 മുതൽ 34 വരെയുള്ള ആയത്തുകളുണ്ട്. ഒരു വേള നമ്മൾ ഓരോരുത്തരും ഒറ്റക്കിരുന്ന് വായിച്ചു പഠിക്കേണ്ട ഒരു സൂക്തമാണ്. ഒറ്റക്കിരുന്ന് വായിച്ചു പഠിക്കേണ്ടത്, ഒരു കൂട്ടമായിട്ടല്ല. കൂട്ടമായിട്ട് വായിച്ചാൽ അതിനൊരു ഭംഗിയുണ്ട്. ഒറ്റക്കിരുന്ന് സംസാരിക്കുമ്പോൾ അത് നമ്മളിലേക്ക് മാത്രം ചേർത്ത് വെക്കുന്ന ഒരു ഭംഗിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. ഒരു വിഭാഗമുണ്ട്, ഒരു വിഭാഗം മനുഷ്യരുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഖാലൂ റബ്ബുനല്ലാഹ്,
അവര് പറയുന്നു ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്. വെറുതെ പറയുക മാത്രമല്ല, സുമ്മസ്തഖാമു, ആ പറഞ്ഞ വർത്തമാനത്തിൽ ജീവിതത്തിന്റെ കർമ്മ മേഖലകളിലെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും കൊണ്ട് ഉറച്ചു നിന്നവരാണ്. സുമ്മസ്തഖാമു. വിശുദ്ധ ഖുർആന്റെ ഈ സൂക്തമൊക്കെ ജീവിക്കുന്ന ആളുകളിലേക്ക് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും. ഗസയിലേക്ക് നമ്മൾ നോക്കിയാൽ, ഫലസ്തീനിലേക്ക് നമ്മൾ നോക്കിയാൽ, എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോഴും ചൂണ്ടുവിരലുകൾ ആകാശത്തേക്ക് ഉയർത്തിയും കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തിയും അള്ളാഹുവിലേക്ക് പ്രാർത്ഥനകൾ കൊണ്ട് ജീവിതത്തെ സമർപ്പിക്കാൻ സന്നദ്ധരായ വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ കാണാം. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. മിമ്പറുകളിൽ നിന്നല്ലാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നിന്ന് എത്ര മനോഹരമാണ് ലോകത്തിന്റെ ഓരോ കോണിലും ഫലസ്തീന് വേണ്ടിയിട്ട് ഫലസ്തീൻ ജനതയോട് ഐക്യപ്പെട്ടുകൊണ്ട് ഇസ്രയേലിന്റെ കൊള്ളരുതായ്മകൾ മുഴുവനും തിരിച്ചറിഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് തെരുവിലേക്ക് ഇറങ്ങുന്നത്. ആ കാഴ്ച വളരെ മനോഹരമാണ്. ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുന്ന ഒരു ജനത, ഭൂമിയിൽ അള്ളാഹുവിന്റെ അടിമകൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് കണ്ടിട്ടില്ലാത്ത, ആരുടെയും കുടുംബ ബന്ധുക്കളല്ല, ആരുടെയും മക്കളോ സഹോദരങ്ങളോ ഇണകളോ മാതാപിതാക്കളോ ആരുമില്ല ഗസയിൽ. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ഐക്യപ്പെടാനുള്ള മനസ്സുമായിട്ട് ഇറങ്ങുകയാണ്. ആ മനസ്സുമായിട്ട് ഇറങ്ങാൻ ഈ മനുഷ്യരുടെ മനസ്സിലേക്ക് ഈ സ്നേഹത്തിന്റെയും ഐക്യപ്പെടലിന്റെയും വിത്തുകൾ വിതറി കൊടുക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് ഫലസ്തീൻ ജനത. ഞാൻ ആ തലത്തിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. പറഞ്ഞത് അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്ന, എന്നിട്ട് ആ പറഞ്ഞ വർത്തമാനത്തിൽ സുമ്മസ്തഖാമു, ഉറച്ചു നിൽക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ. ജീവിതത്തിൽ പല ഘട്ടങ്ങളും ഉണ്ടായി, പല പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വന്നു, പല പരീക്ഷണങ്ങളെയും നേരിടേണ്ടി വന്നു. അസുഖങ്ങളുണ്ടായി, കടബാധ്യതകളുണ്ടായി, വീട് നിർമ്മാണം നടന്നു, കല്യാണം നടന്നു, അല്ലെങ്കിൽ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകേണ്ടി വന്നു. പക്ഷെ അപ്പോഴൊക്കെ സുമ്മസ്തഖാമു, ഉറച്ചു നിന്ന ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി ലത്തി കുന്തും തുഅദൂൻ. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞ് ആ പറഞ്ഞ ബോധ്യത്തിൽ ഉറച്ചു നിന്ന ആളുകളുടെ മേൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങി വരും. അവരോട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ എന്തിനു ഭയപ്പെടണം, നിങ്ങൾ എന്തിനു ദുഃഖിക്കണം. വഅബ്ശിറു ബിൽ ജന്നത്തി ലത്തി കുന്തും തുഅദൂൻ, അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗം ഇതാ അണിഞ്ഞൊരുങ്ങി കാത്തിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കും അള്ളാഹുവിന്റെ മലക്കുകൾ. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആൻ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് സ്വർഗത്തിന്റെ ചാര നിർത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ച് പറയുന്നത് പോലെ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഒറ്റക്കിരുന്ന് വായിക്കണം. സൂറത്ത് ഫുസ്സിലത്തിലെ 30 മുതൽ തുടങ്ങുന്ന ആയത്തുകളൊന്ന് ഒറ്റക്കിരുന്ന് വായിക്കണം. അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനിങ്ങനെ ഉറച്ചു നിന്നു. ആ ഉറച്ചു നിന്ന മനുഷ്യന്റെ മേൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന, ആ മലക്കുകളുടെ പ്രാർത്ഥനയുള്ള, ആ മലക്കുകൾ ഇങ്ങനെ സന്തോഷ വാർത്ത പറയുന്ന, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്, നീ എന്തിനാണ് ഭയപ്പെടുന്നത്, നിനക്ക് വേണ്ടിയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനം ചെയ്തത് എന്ന് പറയുന്ന ആ കേൾവി, അത് കേൾക്കാനുള്ള ഖുദ്റത്താണ്, കഴിവാണ്, ഉദവിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക. പ്രിയമുള്ളവരെ, പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെ ഉറച്ചു നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരുടെ മുമ്പിൽ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും അവർക്ക് വേണ്ട ഔലിയായിട്ട്, അവരുടെ രക്ഷാധികാരിയായിട്ട്, അവരുടെ ആത്മമിത്രമായിട്ട് അള്ളാഹുവാണ് അവരുടെ കൂടെ ഉണ്ടാവുക. നാം അവരോടൊപ്പം ഉണ്ടാകും. നഹ്നു ഔലിയാഉകും, നാം നിങ്ങളുടെ രക്ഷാധികാരിയാണ്. അവർ എന്ന് പോലുമല്ല പ്രയോഗിക്കുന്നത്, നാം നിങ്ങളുടെ രക്ഷാധികാരിയാണ്. ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും പരലോകത്തും നാം നിങ്ങളുടെ രക്ഷാധികാരിയായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വലക്കും ഫീഹാ മാ തസ്തഖി അൻഫുസകും വലക്കും ഫീഹാ മാ തദഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഏറ്റവും ആകർഷണീയമായ സൽക്കാരങ്ങളാണ്
ഈ പറയുന്ന പരിഗണനകളൊക്കെ. പക്ഷെ നിങ്ങൾ ഉണ്ടാകേണ്ടത് ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞിടത്താണ്. ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞിടത്തല്ല, ആ പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കുന്നിടത്താണ് സത്യവിശ്വാസികൾ ഉണ്ടാകേണ്ടത്. മാത്രമല്ല, ആ വർത്തമാനത്തിന് ശേഷം നിങ്ങളുടെ മുമ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായി അലങ്കരിച്ച മനോഹരമായ ചെറിയ അരുവികളുള്ള ആ സ്വർഗത്തിലേക്കുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന അള്ളാഹുവിന്റെ മാലാകമാരുടെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്ന വർത്തമാനമാണ് അതിനേക്കാൾ പ്രസക്തമാകുന്നത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞവൻ ആരാണെന്ന് അറിയുമോ? അഹ്സനു ഖൗലൻ. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായത് എന്നാണ്. അതിനപ്പുറം ഒരു സൗന്ദര്യമുള്ള വർത്തമാനമില്ല. ഏറ്റവും സുന്ദരമായ വർത്തമാനം പറഞ്ഞവൻ ആരാണ് എന്നറിയുമോ? മിമ്മൻ ദഅ ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് വിളിച്ചവനാണ്. അള്ളാഹുവിന്റെ ദീനിലേക്ക് വിളിച്ചവനാണ്. വഅമില സ്വാലിഹൻ. അതോടൊപ്പം ജീവിതത്തിൽ അമൽ സ്വാലിഹാത്തുകൾ തുടർത്തുകയും ചെയ്തവനാണ്. അള്ളാഹുവിലേക്ക് വിളിക്കുക മാത്രമല്ല, നന്മയെ കുറിച്ച് പറയുക മാത്രമല്ല, നന്മക്ക് വേണ്ടി നിലകൊള്ളുക മാത്രമല്ല, ജീവിതത്തിൽ ആ നന്മകളെ തുടർത്തുകയും ചെയ്തവനാണ്. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് പറയാൻ ആശങ്കയില്ലാത്ത, ഭയമില്ലാത്ത, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ നിലനിൽക്കുന്ന ഇസ്ലാം ദാ ഇന്നതാണ്, ആ ഇസ്ലാമിൽ എന്തുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ എന്റെ സൃഷ്ടാവായ റബ്ബ് ഞാനുമായി നടത്തുന്ന ഇടപാടുകളിലൂടെ എനിക്ക് വേണ്ടി നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ സ്വർഗത്തിന്റെ വഴിയെ സഹോദര നിങ്ങൾക്കും ഇടമുണ്ട് എന്ന് പറയുന്നിടത്താണ് മനുഷ്യർക്കിടയിലേക്ക് ഇസ്ലാമിന്റെ സൗന്ദര്യം കടന്നു ചെല്ലുന്നത് എന്ന് ഈ സൂക്തം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞവൻ അള്ളാഹുവിലേക്ക് വിളിച്ചവനാണ്. മാത്രമല്ല, വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. നന്മയും തിന്മയും ഉണ്ടല്ലോ, ഒരിക്കലും സമമാവുകയില്ല. നന്മയും തിന്മയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കുന്നവനും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കാതെ മൗനിയായിരിക്കുന്നവനും, നന്മക്ക് വേണ്ടി സംസാരിക്കുന്നവനും നന്മയുടെ മാർഗത്തിൽ സംസാരിക്കാതെ ഊമയായ പിശാചിനെ പോലെ ഇരിക്കുന്നവനും, തിന്മയെ തടയാത്തവനും തിന്മക്കെതിരെ സംസാരിക്കാത്തവനും, ഇരുട്ടും വെളിച്ചവും ചൂടും തണുപ്പും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല എന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു താളമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ലതുകൊണ്ട് മോശപ്പെട്ടതിനെ നിങ്ങൾ തടഞ്ഞു വെക്കേണ്ടതുണ്ട്. നിങ്ങൾ തിന്മയെ പ്രതിരോധിക്കേണ്ടത് തിന്മ കൊണ്ടല്ല, തുല്യമായ തിന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ തിന്മകൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ വലിയ തിന്മകളായിട്ടാണ് മാറുക. അതുകൊണ്ട് തിന്മകളെ നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് നന്മ കൊണ്ടായിരിക്കണം. നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിച്ചാൽ നിങ്ങൾക്കിടയിൽ ശത്രുതയോടുകൂടി പെരുമാറുന്ന, നിങ്ങളോട് വല്ലാത്ത വിരോധം വെച്ച് പുലർത്തുന്ന, നിങ്ങളെ ഇല്ലാതാക്കണമെന്ന് വേരോടെ പിഴുതെറിയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. പക്ഷേ ആ ആഗ്രഹിക്കുന്നിടത്ത് നിന്ന് കഅന്നഹു വലിയുൻ ഹമീം, നിങ്ങൾ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കുന്നതെങ്കിൽ അവർ നിങ്ങളുടെ മിത്രങ്ങളായി മാറും, അവർ നിങ്ങളുടെ സുഹൃത്തുക്കളായി മാറും. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല കേവലം ആരാധനാ കർമ്മങ്ങളിൽ ഒതുങ്ങി ജീവിതത്തെ അങ്ങനെ ഒരു വേലിക്കെട്ടിനുള്ളിൽ മാത്രം നിലനിർത്താനുള്ളതായിട്ടല്ല ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. നേരെ മറിച്ച് ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു വലിയ അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സവിശേഷമായി തെരഞ്ഞെടുത്ത് നന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള ഉദവി നൽകി, ആ മാർഗത്തിൽ നിലനിൽക്കാനുള്ള കഴിവും ശേഷിയും നൽകിയിട്ട് ആ മാർഗത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കാൻ ആവശ്യപ്പെടുമ്പോ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന സ്വപ്നം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരാണോ? നിങ്ങൾ സിദ്ദീഖുമാരായി മാറണം. നിങ്ങൾ ജീവിതം കൊണ്ട് സത്യസന്ധത പുലർത്തുന്നവരായി മാറണം. നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കണം. നിങ്ങൾ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണം. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് നിങ്ങൾ മടങ്ങണം. നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും അള്ളാഹുവിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കണം. നിങ്ങളുടെ പരീക്ഷണ ഘട്ടങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിച്ച് സഹനശീലരായി
സന്തുഷ്ടരായി മുന്നോട്ട് പോകാൻ കഴിയണം. സർവോപരി ഇങ്ങനെ ഒക്കെ മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾ ഏത് പരിതസ്ഥിതിയിൽ, നിങ്ങൾ ഏത് ഭൂഖണ്ഡത്തിൽ, നിങ്ങൾ ഏത് ഭൂമിശാസ്ത്ര അതിർവരമ്പുകൾക്കുള്ളിൽ ജീവിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ കൈവശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു തന്ന ഈ ഒരു വെളിച്ചമുണ്ടല്ലോ, ഈ ഒരു വെളിച്ചം നിങ്ങൾക്കപ്പുറം ഇരുട്ടിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാഭൂരിഭാഗം വരുന്ന മനുഷ്യർക്കിടയിലേക്ക് ആ വെളിച്ചത്തിന്റെ കണികകൾ നിങ്ങൾ പ്രസരിപ്പിക്കണം. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു തിരിയിൽ നിന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തിരിയിൽ നിന്ന് 1000 തിരികളെ നിങ്ങൾക്ക് കൊളുത്താം. പക്ഷെ 1000 തിരി കൊളുത്തിയാലും നിങ്ങൾ ആദ്യം കൊളുത്തിയ തിരിയിൽ നിന്ന് ഒരണ്ണു പോലും അതിന്റെ വെളിച്ചത്തിന് കുറവ് സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ ദീൻ അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ദീൻ നമ്മളിൽ നിന്ന് നമുക്ക് ശേഷമുള്ളവരിലേക്ക്, കേവലം മക്കളിലേക്ക് എന്നതല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിന് ഈ നന്മകളെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പൂന്തോട്ടത്തിലേക്ക് പറന്നിറങ്ങുന്ന പറവകൾ ആ പൂന്തോട്ടത്തിലെ സൗരഭ്യം ആസ്വദിക്കുന്നത് പോലെ ഇസ്ലാമിന്റെ സൗരഭ്യം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തെ ഉണ്ടാക്കാൻ നാം ഓരോരുത്തരും ഇസ്ലാമാകുന്ന പൂന്തോട്ടത്തിലെ നല്ല മണം, നല്ല നറുമണം വിതറുന്ന പൂക്കളായി മാറണമെന്നതാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. നമ്മളിൽ ഒതുങ്ങാനുള്ളതല്ല ഈ നറുമണം, നമ്മളിൽ ഒതുങ്ങാനുള്ളതല്ല സ്വർഗത്തെ സംബന്ധിച്ച പ്രതീക്ഷ, നമ്മളിൽ ഒതുങ്ങാനുള്ളതല്ല സ്വർഗീയ ആരാമങ്ങളിലെ സ്വപ്നം. അതൊക്കെയും നമ്മളിൽ നിന്ന് ഇങ്ങനെ വികാസം പ്രാപിക്കാനും പ്രസരിക്കാനും ഉള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഈ സൂക്തത്തിലൂടെ നമ്മോട് പറഞ്ഞു വെക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ബാധ്യതയാണ് ഏറ്റവും നല്ല വർത്തമാനം പറയൽ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള മനുഷ്യരെ ക്ഷണിക്കൽ. അതിന് ഹിക്മത്തോടുകൂടി, മൗഇദത്തുൽ ഹസന എന്ന സതുപദേശത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്താൻ, ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, മുൻപൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള ഈ സമൂഹം വിശുദ്ധ ഖുർആൻ വായിക്കുന്നവരല്ല, നമുക്ക് ചുറ്റുമുള്ള ഈ സമൂഹം അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം വായിക്കുന്നവരല്ല, നമുക്ക് ചുറ്റുമുള്ള ഈ സമൂഹം മറ്റേതെങ്കിലും സാഹിത്യ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. പക്ഷേ അവർ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അവർ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ പുസ്തകം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതമാകുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിലേക്ക് അവരിങ്ങനെ നോക്കുന്നുണ്ട്. ആ പുസ്തകത്തിലേക്ക് അവർ നോക്കുമ്പോൾ ആ അക്ഷരങ്ങൾ അവർക്ക് തിരിയാതെ പോകുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ പാകപ്പിഴവാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം കൊണ്ട്, ആ സൗന്ദര്യം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്നിടത്താണ് ഇസ്ലാം വിജയിച്ചിട്ടുള്ളത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന, അള്ളാഹുവാണ് റബ്ബ് എന്ന് പറയുകയും ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചം ഇതര സമൂഹങ്ങളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്ന സുഹൃതവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.